ഹൃദയം നുറുങ്ങുന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പിനെ കുറിച്ചാണ്. എടക്കരയിലെ പച്ചക്കറിക്കടയിൽ ജോലി ചെയ്തിരുന്ന 17-കാരൻ്റെ വിയോഗവുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് സർജൻ സോഷ്യൽ മീഡിയയിൽ എഴുതിയ കുറിപ്പ്. ഒരുപക്ഷെ മനുഷ്യർ അത് കേട്ടിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ചെറിയൊരു ശ്രദ്ധ അത് ഒരു 17-കാരൻ്റെ ജീവൻ രക്ഷിക്കുമായിരുന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് ഡോക്ടറായ ലെവിസ് വസീം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഈ കുറിപ്പ് ഇപ്പോൾ വലിയ വൈറലാണ്. പച്ചക്കറിക്കടയിൽ ഉപജീവനത്തിന് ജോലി ചെയ്തിരുന്ന 17-കാരന് അപ്രതീക്ഷിതമായാണ് പാമ്പിൻ്റെ കടിയേറ്റത്. പിന്നീട് വീട്ടുകാർ കാണിച്ച ചെറിയ അലംഭാവം അത് അവൻ്റെ ജീവനെടുക്കുന്ന അവസ്ഥയിലെത്തി. അതൊടുവിൽ പോസ്റ്റ്മോർട്ടം ടേബിളിലെത്തുമ്പോൾ ഹൃദയം നുറങ്ങി ഡോക്ടർ കുറിച്ച 2 പോസ്റ്റുകളാണ്. അതിൽ ആദ്യത്തേത് ഇങ്ങനെയാണ്: ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടത്തിയ 17 വയസ്സുള്ള കൗമാരക്കാരൻ്റെ രക്തസ്രാവത്താൽ മുഖരിതമായ മുഖം മാത്രമല്ല, അവൻ്റെ ജീവിത സാഹചര്യങ്ങളും മരിക്കാനിടയാക്കിയ സാഹചര്യങ്ങളും മനസ്സിൽ തീരാ നോവായി അലമുറയിടുന്നു. ഒരുപക്ഷെ തൻ്റെ ജീവിത സാഹചര്യങ്ങളാൽ അവധി ദിവസങ്ങളിൽ പഠനത്തിൻ്റെ കൂടെ പച്ചക്കറിക്കടയിൽ ജോലി നോക്കിയിരുന്ന പൊന്നുമോൻ അന്നത്തെ ജീവിതോപാധികൾ ഭോഗിച്ച് അല്ലലില്ലാതെ മുന്നോട്ടു പോകുമ്പോൾ ഇടത്തരക്കാരുടെ സാമ്പത്തിക സംഘർഷങ്ങൾ നമുക്ക് അന്യമാണല്ലോ അല്ലേ? തലേ ദിവസം വൈകിട്ട് 4:30 കടയുടെ മൂലയിൽ നിന്നും പച്ചക്കറിപ്പെട്ടി എടുക്കുന്നതിനിടയിൽ കൈകളിൽ എന്തോ കടിച്ചതായി തോന്നുകയും തൊട്ടടുത്ത ക്ലിനിക്കിൽ കാണിക്കുകയും ഉടൻ തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് ഡോക്ടർ റെഫർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുപോവുകയും ചെയ്തു. കൊണ്ടുപോയതാകട്ടെ ബൈക്കിലും, അതും നിലമ്പൂർ ബൈപ്പാസ് ചെയ്ത് ഏതോ വിഷവൈദ്യൻ്റെ അടുത്തേക്കും. ശാരീരിക അവശതകളും ഛർദിയും പ്രകടമായിരുന്ന അവനിൽ വൈദ്യൻ എന്ത് ചെയ്തു എന്ന് വെളിവായിട്ടില്ല. പിന്നെ ആംബുലൻസിൽ കയറ്റി നിലമ്പൂരിൽ മരിച്ചെത്തിയപ്പോഴേക്കും 6 മണിയായിരുന്നു. അടിത്തട്ടിലുള്ള പാവങ്ങളാണ് കൂടുതലും പോസ്റ്റ്മോർട്ടം ടേബിളിലെത്തുന്നതെന്ന് പണ്ട് എൻ്റെ ഒരു സീനിയർ പോലീസ് സർജൻ പറഞ്ഞ വാക്കുകൾ അറം പറ്റിയ പോലെ തോന്നി. ഏകദേശം 20 മിനിറ്റ് കൊണ്ട് എടക്കരയിൽ നിന്നും നിലമ്പൂരിൽ എത്തുന്നതിന് പകരം 1.5 മണിക്കൂർ എടുത്തു എന്ന വസ്തുത തേങ്ങലുകൾക്കപ്പുറം മാറ്റങ്ങളിലേക്കുള്ള മുറവിളികൾക്ക് വഴിവെക്കുന്നു. ഈ കഥയിൽ 2 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, കുട്ടിയെ കടിച്ചതിന് കൂടുതലും സാധ്യത പാമ്പാണെന്നറിഞ്ഞിട്ടും കൊണ്ടുപോകേണ്ട വിധം കൊണ്ടുപോയില്ല. 2, നാടൻ വൈദ്യങ്ങളോടുള്ള അതിഭ്രമം കാരണമാണോ എന്നറിയില്ല. സമയത്തെ കൂട്ടുപിടിച്ച് വിഷവൈദ്യ ചികിത്സ തേടിയലഞ്ഞ് തീർച്ചയായും രക്ഷപ്പെടാമായിരുന്ന ഒരു കേസിനെ മരണത്തോടടുപ്പിച്ചു എന്നുള്ളതും. ഇനി കാര്യത്തിലേക്ക് വരാം. കടിയേറ്റ് കഴിഞ്ഞാൽ അത് പാമ്പാണെങ്കിലും ഉറപ്പില്ലെങ്കിലും ആദ്യം ചെയ്യേണ്ടത് കടിച്ചയാളെ പരിഭ്രാന്തിയിൽ ആക്കാതിരിക്കുക എന്നുള്ളതാണ്. അയാളെ ശാന്തനാക്കുകയും ശ്വാസോച്ഛ്വാസ നിയന്ത്രണം വിധേയമാക്കാൻ പറയുകയും ചെയ്യുക. ഉടൻ തന്നെ പ്രതിവിഷ ചികിത്സ ആൻറ്റി സ്നേക്ക് വെനം കൊടുക്കുന്ന തൊട്ടടുത്ത കടിച്ച ഭാഗത്തിനധികം ഇളക്കം തട്ടാത്ത വിധം കൊണ്ടുപോവുകയും ചെയ്യുക. കാരണം ഇവ രണ്ടും രക്തചംക്രമണം കൂട്ടി വിഷവ്യാപ്തനം വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നതാണ്. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായിരുന്ന ഒരാളെ മുമ്പ് ഇത്തരത്തിൽ കുഴിമണ്ഡലി എന്ന അണലി വർഗത്തിൽപ്പെട്ട പാമ്പ് അതിരാവിലെ കടിച്ചതിൽ 1 മണിക്കൂറിനുള്ളിൽ മരണപ്പെട്ട കാര്യം ഇപ്പോഴും ഓർത്തെടുക്കുന്നു. കാരണം അടുത്ത ഹോസ്പിറ്റലിലേക്ക് എത്താൻ അയാൾക്ക് 1/2 മണിക്കൂറോളം നടക്കേണ്ടി വന്നിരുന്നു. ബൈക്കിൽ ഒരിക്കലും കൊണ്ടുപോകാതിരിക്കുക. കൈകാലുകളിലാണ് കടിയേറ്റതെങ്കിൽ ആ ഭാഗങ്ങളെ ചലിപ്പിക്കാതിരിക്കാൻ വേണമെങ്കിൽ സ്പ്ലിൻറ്റ് ചെയ്യാവുന്നതാണ്. കുറച്ച് വീതിയുള്ള നീളത്തിലുള്ള എന്തെങ്കിലും വെച്ച് അധികം മുറുകാത്ത വിധം കെട്ടുക, മുറിവുണ്ടാക്കുക, ഐസ് വയ്ക്കുക, വായ വഴി വലിച്ചെടുക്കുക മുതലായവ പരിപൂർണമായി ഒഴിവാക്കുക. ഈ കേസിൽ മോൻ്റെ 2 കൈകളിലും 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലുള്ള വിഷപ്പാമ്പുകളുടെ 2 കടിപ്പാടുകൾ വീതമുണ്ടായിരുന്നു. കടിപ്പാടുകൾക്ക് താഴെ രക്തം കല്ലിച്ച് കണ്ടതിനാലും വീക്കം ഉണ്ടായതിനാലും രക്തസ്രാവം ഉണ്ടായതിനാലും രക്തക്കുഴലുകളെയും രക്തഗണങ്ങളെയും ബാധിക്കുന്ന അണലി വർഗത്തിൽപ്പെട്ട പാമ്പുകളാകാനാണ് കൂടുതൽ സാധ്യത. അതും ചേനത്തണ്ടൻ പോലുള്ളവ. കാരണം ഈ പാമ്പുകൾ ആഞ്ഞു കൊത്തുന്നവയും ധാരാളം വിഷം അകത്തേക്ക് ചീറ്റുന്ന നിർഭയരുമായിരിക്കും. സാധാരണഗതിയിൽ മരണം സംഭവിക്കാൻ അത്തരം അണലികളുടെ 40 മുതൽ 50 മില്ലിഗ്രാം മാത്രം വിഷം മതി. 2 കൈകളിലും കടി കിട്ടിയതിനാൽ മിനിമം 100 മുതൽ 200 മില്ലിഗ്രാം വരെ വിഷം അകത്ത് ചെന്നിരിക്കാം. പിന്നെ മരണത്തിലേക്ക് അടുക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ശരീരത്തിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള രക്തസ്രാവം വഴി മാത്രമായിരിക്കും.
പറയുന്ന ഓരോ നിമിഷവും തൊണ്ടയിടറിപ്പോകുന്ന ഈ സംഭവം സമൂഹ മനസാക്ഷിയിലോട്ട് ഇട്ടുതരുന്നു. കടിച്ച കൈകൾ അനക്കാതെ കൊണ്ടുപോകേണ്ട ഈ കേസിൽ ആ പാവപ്പെട്ട കൗമാരക്കാരനെ ബൈക്കിൽ വെച്ച് കൊണ്ടുപോയത് പൊതുജനത്തിൻ്റെ അജ്ഞതയാണോ അതോ റെഫർ ചെയ്ത ആളുകളുടെ അശ്രദ്ധയാണോ? പിന്നെ രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും സമയങ്ങളും മുമ്പിലുള്ളപ്പോൾ പോലും വഴിമാറി നാടൻ വൈദ്യങ്ങളിലേക്ക് ചേക്കേറുന്നത് അതിനോടുള്ള ആസക്തിയാണോ അതോ തെളിയിക്കപ്പെട്ട മെഡിക്കൽ വൈദ്യങ്ങളോടുള്ള പുച്ഛമാണോ? പ്രിയ സഹൃദയരിലേക്ക് വാതായനങ്ങൾ തുറന്നിടുന്നു. നമുക്ക് ചുറ്റും ഈ നടനം ആവർത്തിക്കാതിരിക്കാൻ ജീവിതത്തിലേക്ക് പ്രതീക്ഷയോടുകൂടി നോക്കിയിരുന്ന ആ കൗമാരക്കാരൻ്റെ ആത്മാവിന് മുന്നിൽ അതിനുവേണ്ടി നിത്യശാന്തി നേർന്നുകൊണ്ട് നല്ലൊരു നാളേക്കായി പ്രാർത്ഥിക്കുന്നു. സർവശക്തൻ തുണയ്ക്കുമാറാകട്ടെ. ഡോക്ടർ ലെവിസ് വസീം, ഫോറൻസിക് സർജൻ, മഞ്ചേരി മെഡിക്കൽ കോളേജ് എന്ന പേരിലാണ് ഈ പോസ്റ്റ് പുറത്തേക്ക് വന്നത്. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായിട്ടുണ്ട്. വീട്ടുകാരുടെ അല്പജ്ഞാനം കൊണ്ട് നഷ്ടമായത് ഒരു കൗമാരക്കാരൻ അവൻ്റെ ജീവനാണ്. രക്ഷിക്കാമായിരുന്ന ആ ജീവനെ പാരമ്പര്യങ്ങളോടുള്ള ചില തെറ്റിദ്ധാരണാജനകമായ ചിന്തകൾ കാരണം അവർ ബലി കൊടുത്തു എന്ന് തന്നെ പറയേണ്ടി വരുന്നു. നഷ്ടം അവർക്കാണെങ്കിലും രക്ഷിക്കാമായിരുന്ന ആ ജീവനെ കൈവിട്ട് കളഞ്ഞതിൻ്റെ വിഷമം ആ ഡോക്ടറുടെ വാക്കുകളിൽ പ്രതിഫലിച്ച് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ നേരിയൊരു ശ്രദ്ധയുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്നവൻ ജീവനോടെ ഉണ്ടാകുമായിരുന്നു.